രാഹുൽ ഗാന്ധി വീണ്ടും ആക്രമിക്കുമ്പോൾ പതിയെ പിന്നിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആദ്യമൊക്കെ പ്രതിരോധിച്ചു നിന്ന കമ്മീഷൻ തെറ്റുകൾ ഒന്നൊന്നായി തിരുത്തുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ഇനി 2 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം. ഈ കരുതൽ ഒരു വർഷം മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയിരുന്നുവെങ്കിൽ മഹാരാഷ്ട്രയിലടക്കം ഇത്രയും വലിയ പരാജയം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാവില്ലായിരുന്നു. ഇതൊക്കെ തെളിവാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസ് കൊടുക്ക്, ഈ പറഞ്ഞതൊന്നും സാധ്യമായതല്ല എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ 2 ദിവസമായി ആരെയും അറിയിക്കാതെ പിന്നോട്ടൊരു അടിവെച്ചത് രാജ്യം എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ട്. വോട്ട് ചോരിക്ക് പിന്നാലെ ആൾക്കാരെ വെട്ടിമാറ്റിയ മണ്ഡലങ്ങളുടെ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടപ്പോൾ ഇങ്ങനെയൊന്നും പറ്റില്ലെന്ന് പറഞ്ഞവർ പയ്യെ ചുവടുമാറ്റി പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നെടുത്തുണ്ട്. എല്ലാം കളത്തരമായിരുന്നു എന്ന കുറ്റസമ്മതം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണമെന്നാണ് പുതിയ നിയമം. അപ്പോൾ ഇതുവരെ എങ്ങനെ എന്ന ചോദ്യവും രാഹുൽ ഗാന്ധി തുറന്നുവിട്ട സംശയവും ഒന്നിച്ചു ചേരുന്നുണ്ട്. വോട്ടർ ID നമ്പറും ഏതെങ്കിലും ഫോൺ നമ്പറും നൽകിയാൽ അപേക്ഷകൾ അംഗീകരിക്കുന്ന രീതിയാണ് മുമ്പുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ വോട്ട് അവർ അറിയാതെ നീക്കം ചെയ്തുവെന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് സാധുത വന്നിരിക്കുകയാണ്. രാഹുൽ പറഞ്ഞത് സത്യമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പറഞ്ഞത് കള്ളമാണെന്നും BJPക്ക് വേണ്ടി അട്ടിമറികൾക്ക് കൂട്ടുനിന്നു എന്ന ധ്വനിയും പുറത്തു വരുന്നുണ്ട്. വോട്ട് ചോരിയിൽ അടിമുടി രഹസ്യാത്മകത സൂക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്ന വിവരവും വീഡിയോയും ഒന്നും നൽകാതെ വലിയ രീതിയിലുള്ള ഒളിച്ചുകളി നടത്തുന്നത് സംശയങ്ങൾ ഉയർത്തിയിരുന്നു. പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നും പുത്തൻ പരിഷ്കാരവുമായി ഇനി എന്താണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുകയെന്ന പേടിയിലാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനിടയിൽ വോട്ടർ പട്ടിക ക്രമക്കേടിൽ വലിയ ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ വിഷയം എങ്ങനെയും തണുപ്പിക്കാൻ ഇനിയുള്ള നടപടികളിൽ എല്ലാ പാർട്ടികളെയും വിളിച്ച് ഇലക്ട്രൽ റോളിൽ ചർച്ചയ്ക്കും ഒരുങ്ങുന്നുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും സംഘവും. ഈ യോഗത്തിലേക്ക് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയെയും ക്ഷണിക്കുന്നുണ്ട്. രാഹുൽ ചൂണ്ടിക്കാട്ടിയ തെറ്റുകുറ്റങ്ങൾ തിരുത്തിയതിന് ശേഷമായിരിക്കും ഈ കൂടിക്കാഴ്ച. ബീഹാർ SIR അഥവാ തീവ്രപരിശോധന വിവാദം കോടതിയിലടക്കം വലിയ വിഷയമായതോടെ പാൻ ഇന്ത്യ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുമായും കൂടിയാലോചിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദ്ധതിയിടുന്നുവെന്നാണ് പുറത്തുവന്ന വിവരം. നേരത്തെ ബീഹാറിൽ SIR നടത്താൻ കേന്ദ്രത്തിനോടല്ലാതെ മറ്റാരോടും ആലോചിക്കാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് മറ്റ് പാർട്ടികളുണ്ടെന്നും ആ പാർട്ടികളോടും കൂടിയാലോചന മറ്റിടങ്ങളിൽ തീവ്രപരിശോധനയ്ക്ക് ഇറങ്ങും മുമ്പ് വേണമെന്നും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം തന്നെയാണ്. വോട്ട് മോഷണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട 5 കോടി ഒപ്പുകൾ ശേഖരിക്കുന്നതിനുള്ള ഒപ്പ് ശേഖരണ ക്യാമ്പയിൻ കോൺഗ്രസ് ആരംഭിക്കുക കൂടി ചെയ്തതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് മേൽ സമ്മർദ്ദമേറിക്കഴിഞ്ഞു. BJP നേതൃത്വത്തിലുള്ള NDA പിടിച്ചുകുലുക്കാൻ ബീഹാറിന് കഴിയുമെന്ന് കൃത്യമായി അറിയുന്ന പ്രതിപക്ഷം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ പ്രക്ഷോഭത്തിന് കൂടി അവസാനമായി ഇറങ്ങുകയാണ്.